ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. നമ്മുടെ അപ്പോൾ ബാംഗ്ലൂരുള്ള ഫ്ലാറ്റിൻ്റെ ഹോം ടൂറിലേക്കാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഞങ്ങളിരിക്കുന്നത് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2 ദോദങ്കമംഗലം എന്ന വില്ലേജിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുൻവശമാണ് ഇത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നിട്ട് 2 വർഷമായി ഈ ഫ്ലാറ്റിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് പാർക്കിംഗ്. കാർ പാർക്കിംഗ് ഇല്ല, കാർ പാർക്കിംഗ് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇടുന്നത്. ബൈക്കൊക്കെയാണ് ഇവിടെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഓഫീസിലൊക്കെ പോയതുകൊണ്ട് 1-2 ബൈക്കേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. പിന്നെ ഇവിടെ വെള്ളം ഈ ഇതിലാണ് ടാങ്കറിൽ വന്നിട്ട് വെള്ളം നിറച്ച് വയ്ക്കാം. പിന്നെ മോട്ടർ ഓൺ ആക്കിയിട്ട് മേലെ ടാങ്കിലേക്ക് കയറ്റും. അപ്പോൾ ഇതാണ് താഴത്തെ വ്യൂ. അപ്പോൾ നമുക്കിവിടെ ലിഫ്റ്റ് ഇല്ല, സ്റ്റെപ്പാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ നമുക്ക് മേലേക്ക് പോവാം. ചെറിയൊരു സ്റ്റെപ്പാണ്, അപ്പോൾ നമുക്ക് മേലേക്ക് പോവാം. ഏറ്റവും മേലെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഞങ്ങളുടെ 1 BHK റൂമാണ്. അപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ചെറിയ സെറ്റപ്പാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഞങ്ങളാകെ 2 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധാരാളമാണ്. അപ്പോൾ നമുക്ക് സ്റ്റെയർകേസ് കയറി മേലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്സ് എല്ലാം കാണാം. നല്ല അടിപൊളി, നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സാണ്. നല്ല കാണാൻ തന്നെ നല്ല രസമാണ്. നൈറ്റ് ടൈം അടിപൊളിയായിരിക്കും, ലൈറ്റും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഈ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങൊക്കെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. അതൊക്കെ പുതിയതായിട്ട് ഇങ്ങനെ ഈ ബിൽഡിംഗ് പുതിയതായിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ. താഴേക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ റൂമിലേക്ക് ഉള്ളിൽ കയറുമ്പോൾ ഹോളാണ്. ഹോളിൽ ഒരു ചെറിയ സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസ് ആമസോണിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഫോട്ടോസ് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഹോളിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ TV ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോൻ്റെ ഇവിടെ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ TV ഉണ്ട്. അതുപോലെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. ഇതാണ് സോഫ സെറ്റും പിന്നെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ടാണ് ഹോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈഫൈ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹോള്. പിന്നെ ഈശോയുടെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ചെറിയ TV, ചെറിയൊരു ഫ്രിഡ്ജ്. ഇത് ഫ്രിഡ്ജിൻ്റെ മേലെ നിന്നുള്ള വ്യൂസാണ്. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ട് സാധനങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം ഈ ബോക്സിൽ കേസും നെയിൽ കട്ടർ, അതുപോലെ ചീർപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് കുറേ കണ്ണാടികളുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ഒരു 4 എണ്ണം ഉണ്ട്. ആളൊരെണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അതുപോലെ കാറിൽ ഒരു 2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ലെൻസ് കാർട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർഡർ ചെയ്യില്ല തന്നെ പണി, അതൊരു ഹോബി. പിന്നെ ഒരു ട്രീ ഉണ്ട്. അത് M5 സിറ്റി മാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതും നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെബിലൈസർ ഉണ്ട്. പിന്നെ ഈ ഫോട്ടോ എൻ്റെ ഫ്രണ്ട് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് PG പഠിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ബൈബിളുണ്ട്, പ്രാർത്ഥനാ ബുക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാണ് ഫ്രിഡ്ജ് വെച്ച്. പിന്നെ ഒരു പവർ ബാങ്കിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൈഗർ ബാം. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ടൈഗർ ബാമും അമൃതാഞ്ജനും പിന്നെ വിക്സ് അങ്ങനത്തെ തലവേദനയ്ക്കുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ വാഷ് ബേസിൻ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പല്ലൊക്കെ തേക്കുന്നത്. പിന്നെ കുളിക്കാനുള്ള തോർത്തും. പിന്നെ ഇതാണ് വാഷ്റൂം. അപ്പോൾ ഹോളും വാഷ്റൂമും ഇതൊക്കെയാണ്. പിന്നെ ഡൈനിങ് ടേബിൾ. ഞങ്ങൾ 2 പേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ സെറ്റപ്പ് മതി. പിന്നെ ഞങ്ങൾ ഒരു മാസത്തേക്ക് ആ ടേബിളിൽ ഇരുന്നത് ഒരു മാസത്തേക്കുള്ള മുട്ടയാണ്. ഞങ്ങളിങ്ങനെ 30 മുട്ട അങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങി വയ്ക്കും. ഇതാണ് ബെഡ്റൂം. അപ്പോൾ ക്യൂൺ സൈസ് ബെഡാണിത്. അപ്പോൾ ഇവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അലമാറയുണ്ട്. പിന്നെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണത് വർക്ക് ഫ്രം ഹോം ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് ഒരു ടേബിളും ഓഫീസ് ചെയറും ഉണ്ട്. അപ്പുറത്തൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഇത് ഇനി ടേബിളിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഇത് ബെഡ്റൂമിൻ്റെ അവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ടേബിളിൽ ഇപ്പോൾ ഇവിടെ ഹെഡ്സെറ്റൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കലണ്ടർ ഉണ്ട്. അതുപോലെ പിന്നെ ഇപ്പുറത്തേൽ കുറേ ഹെഡ്സെറ്റുകളുണ്ട്. പിന്നെ ഇത് പേഴ്സണൽ ലാപ്ടോപ്പ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ടാബ് ഉണ്ട്. പിന്നെ പെന്നും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. പിന്നെ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്, ബുക്കുകൾ. പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ നോട്ട് പാഡ് ഉണ്ട്. പിന്നെ ഒരു സ്പീക്കറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടേബിളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ. പിന്നെ നമുക്ക് ഈ വിൻഡോയ്ക്ക് കൂടെ ഇങ്ങനെ നോക്കുന്നതാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്സും എല്ലാം. എന്ത് നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്, വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. പിന്നെ ഇവിടെ ചെറിയൊരു കബോർഡുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. അത് കഴിഞ്ഞ് ഈ സെൽഫിൽ ചീർപ്പ് സാധനങ്ങളൊക്കെ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെർഫ്യൂം, അതുപോലെ സൺസ്ക്രീൻ, പൗഡർ, ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഐലൈനർ. പിന്നെ ഒരു ചെറിയൊരു മിററുണ്ട്. പിന്നെ അതുപോലെ മേലെ ഇങ്ങനെ കൊതുകിൻ്റെ ഇത് വിക്സ്, ഞാൻ പറഞ്ഞില്ലേ വിക്സ് അമൃതാഞ്ജനൊക്കെ എല്ലാം അവിടെ ഉണ്ടാവും. പിന്നെ ഒരു ബോഡി ലോഷനുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മുരുകൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ അതുണ്ട്. ഇതാണ് ആ സെൽഫ്. പിന്നെ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ കൂടി ഈ ഒരു ബോക്സിലുണ്ട്. ഇതാണ് അപ്പോൾ എൻ്റെ ഈ റൂമത്തെ സെൽഫ്. അപ്പോൾ അവിടെ കുറച്ച് എൻ്റെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡൈനിങ് ടേബിൾ. പിന്നെ ഇത് ഞങ്ങളുടെ കിച്ചണാണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു വലിയ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. എന്ന് വെച്ചാൽ അതെല്ലാം അപ്പോൾ ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി അതാണ് പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അതാണ് ചട്ടിയും ചീഞ്ചട്ടിയൊക്കെ. ഇത് കിച്ചൻ്റെ അവിടെ ഞങ്ങൾ സെൽഫ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനത്തെയൊക്കെ. പിന്നെ ചായ, പഞ്ചസാര, കോഫി മഗ്, പിന്നെ കുടംപുളി അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വെച്ച് ഇതാണ് സെൽഫ് കിച്ചണിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.